السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا مولانا محمد وعلى آل سيدنا مولانا محمد كما صليت على سيدنا إبراهيم وعلى آل سيدنا إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. أما بعد. بسم الله الرحمن الرحيم. أفحسبتم أنما خلقناكم عبثا وأنكم إلينا لا ترجعون. صدق الله المولانا العظيم. شارب الخمر ملعون في التوراة والإنجيل والفرقان. شفيعنا رسول الله صلى الله عليه وسلم. ത്യജിക്കേണ്ടതാണ് മദ്യപാനം പൊന്നെ, വിൽക്കുന്നതും കൈകാര്യമേ അല്ല തന്നെ. വന്തോഷമാണത് സോദര എന്നുണ്ട്, സവാജിരിൽ വ്യക്തമായി കിടപ്പുണ്ട്. സ്നേഹിച്ചവർ തമ്മിൽ വെറുപ്പുണ്ടാക്കും, വൈരാഗ്യം ജനിപ്പിക്കും ഇത് കൊണ്ടാർക്കും. ബുദ്ധിക്ക് ലെവലില്ലാതെ വെറുമിത് കൊണ്ട്, കൂടാതെ ധനനഷ്ടങ്ങളും പെരുത്തുണ്ട്. വാലം സയ്യിദുന മൗലാന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാനിങ്ങനെ കൊറടിയാവിടും. പിന്നൊരു കാര്യ മദ്യപാന, കള്ള് കുടിക്കിടും. വൈൻ, ബ്രാൻഡി, വിസ്കി, റമ്മു, ബീറ് ഇത് കുടിക്കണമെന്നാറ്. അമൽ ബണ്ടയല്ല, അത് അമൽ ബണ്ട് വിമലും ഏതെല്ലാം ബണ്ട് അതിൽ അമൽ ബണ്ട വസ്തെല്ലാം കുടിക്കിടങ്ങ തിന്നിറങ്ങ. എല്ലാവർക്കും ഇസ്ലാമിൽ ബലയില്ല, ഇസ്ലാമിൽ ബലയില്ല. കാരണം അത് ആ കാട്ടിക്കൽ കുടിക്കാട്ടിക്കൽ തിന്നാട്ടിക്കൽ ഫർള്. അതുകൊണ്ട് എന്താ ഒരു കള്ള് കുടിക്കുന്ന മനുഷ്യന്മാർ ആറത് ബുഡില്ല കുടിച്ചോണ്ടുള്ളാറിൻ്റെ അങ്ങ് 10 രീതിയിൽ അങ്ങ് ആക്ഷേപകാർ അങ്ങ് 10 രീതിയിലെ ശിക്ഷ അങ്ങ് ഭൂമിയിലും ഭൂമിയുടെ അടിയിലുണ്ട്. ആർച്ചൊല്ലുണ്ട് ഖാദി നസ്ർ ബിൻ മുഹമ്മദ് സമർഖന്ദി റളിയല്ലാഹു തആല അൻഹു മഹാൻ ചൊല്ലും. അതുകൊണ്ട് കള്ള് കുടിക്കടോ തൊട്ട് ദൂരത്താവണം. അവനക്ക് അള്ളാഹുടെ ഷാപ്പുണ്ട്, അള്ളാഹുൻ്റെ റസൂലിൻ്റെ ഷാപ്പുണ്ട് കള്ള് കുടിക്കുന്ന മനുഷ്യന്മാർക്ക്. അതുകൊണ്ട് കൈയുടെ പരമാവധി എന്താക്കണു, കള്ള് എവിടെ അമൽ ബണ്ട ഏതും തിന്നാത്ത പോലെ. അത് കള്ള് മാത്രമല്ല, അമൽ ബണ്ട എല്ലാ വസ്തുവും ഈമാനില്ലാണ്ട് ആക്കടെ വസ്തു അത്. അതുകൊണ്ട് അത് കുടിക്കാത്ത പോലെ പ്രത്യേക ജാഗ്രത ആവണം. അത് വിമൽ തിന്ന മനുഷ്യന്മാർ വേറെ ഗുട്കാക്കിയിട്ട് കളിക്കടല്ലേ, അതിലത്തെ അമലുണ്ട്. അപ്പോൾ ആഖിറിൽ ശിക്ഷ എന്തോ നഹ്റുൽ ഖബാൽ വിശേഷ പാനീയമുണ്ട് ആഖിറിൽ ആർക്ക് ഈ കള്ളുടിയ മനുഷ്യന്മാർ. അതെന്തത് നരകത്തിൽ ബന്ധ മനുഷ്യന്മാരോ ചീയും ചോരയും അതിനെ കൂടി പോട്ടെ. അങ്ങനത്തെ പെപ്സിയാങ്ങോ, അങ്ങനത്തെ തമ്പ് പാനീയങ്ങോ ആർക്ക് കള്ളു കുടിക്കുന്ന മനുഷ്യന്മാർ. മഹാനായ ഖാദി നസ്ർ ബിൻ മുഹമ്മദ് സമർഖന്ദി റളിയല്ലാഹു അൻഹു ചൊല്ലി 10 ഇടങ്ങിയിട്ടുണ്ടാകും. എത്ര 10 ഒന്നെന്തോ അങ്ങനെ ബുദ്ധി ഇല്ലാണ്ടാണ്, ബുദ്ധി ഹലാക്കക്കട നഷ്ടാക്കട. 2 അങ്ങനെ സമ്പത്ത്, അങ്ങനെ പൈസ, അങ്ങനെ സ്വത്ത്, അങ്ങനെ അതിനെ ഹലാക്കാക്കട. 2 3 എന്തോ കള്ളു കുടിക്കുന്ന മനുഷ്യന്മാർ എല്ലാവരും പിറാന്തായിട്ട് കാണാറ്. അതുകൊണ്ട് പിറാന്തായിട്ട് കണ്ടത് മക്ക സമയത്താക്കടാറ്. ബുദ്ധിൻ്റെ മനുഷ്യന്മാർ ആക്ഷേപത്ത് 1ാമത്തെ ഗുരി അവിടെ ഇറങ്ങാറ്. 6 കള്ളുകുടിയ മനുഷ്യന്മാർ. മദ്യപാനം പിന്നെ എന്താക്കട്, അല്ലാഹുടെ നനപ്പില്ലാണ്ടാക്കട്. അത് വലിയ ദൗർഭാഗ്യം, പിന്നെ വലിയ മുസീബത്തതല്ല. കള്ളു കുടിക്കുന്ന മനുഷ്യന്മാർ മസ്താവിടെ മനുഷ്യന്മാർ ഏത് തിണ്ടെത്തും. അങ്ങെന്താവിടു ചങ്ങായന്മാർ കൊറടി സമ്മന്തങ്ങ് ദൂരത്താക്കടാറ്, നരക്കരടങ്ങല്ല ദൂരത്താക്കടാറ്. അത് 5ാമത്തെ ആപത്ത്. പിന്നെ കള്ളുകുടിക്കുന്ന മനുഷ്യന്മാർ ചെമ്മ പലക്ക വരാറ്. അങ്ങ് രോഗത്തെ ഗൂഢായിട്ട് കിടാറ്. എപ്പോൾ നോക്കി സീക്കിയാങ്ങും. വെന്തിಗೆ മദ്യപാന എല്ലാ ദോഷത്തെ താക്കോലത്. അത് എല്ലാ ദോഷം ആക്കണോ താക്കോലായിട്ടിക്കട്
കള്ളുകുടി, മദ്യപാന, അതുകൊണ്ട് അങ്ങ് ഏത് സ്വറാക്കും കടിക്കുന്ന മനുഷ്യന്മാർ അങ്ങ് പെറുചാറില്ല. അത്ര ഹേയമായ സ്വറാക്കിടറങ്ങ അത്രയുമല്ല മദ്യപാന ശാശ്വതമായ വ്യഭിചാരത്ത് കാരണമാവണം. എങ്ങനെ വ്യഭിചാരത്ത് കാരണമാവണോ? കുടിച്ച് ബണ്ടാവണു അമല്ലിക്കട അമല്ലിന്തിനും പെഞ്ഞിനടിച്ചണ്ട പെഞ്ഞാവണു എന്തെങ്കിലും യുദ്ധമായ വർത്തൽ പൽക്കായ വർത്ത് നിൻ്റെ തലാക്ക് ചെന്നാണ്ട് പിന്നെ അവലും വെച്ചുകൊണ്ട് പാടുന്നക്കട അവൻ്റെ ചട്ട തീർക്കട ചെണ്ടെങ്കിൽ അവൻ സംഭവം ആക്കട അവനോ കാമ തീർക്കട ഉണ്ട്. അതുകൊണ്ട് എന്താണത്? സാക്ഷാൽ വ്യഭിചാരമാണ്. അത് എന്തുകൊണ്ടായോ? കള്ളുകൊണ്ടായോ മുസീബത്ത്, ആപത്ത്, 10 ആപത്തിൽ ഒരാപത്ത്. അത് പിന്നെ ആരും ഇസ്ലാമിൻ്റെ നിയമം എന്തോ ആരും മനസ്സ് നമ്പലാക്കോ തീരാണ്ട് ഇസ്ലാമിൻ്റെ നിയമമല്ലേ. കള്ളു കുടിച്ച മനുഷ്യന്മാർ എല്ലാവരും നമ്പലാക്കണർ. അതിലും പ്രത്യേകമായി പെഞ്ഞൈ മക്കളെ നമ്പലാക്കണാറ്. അതുകൊണ്ട് അങ്ങ് ഭയങ്കര ഡേഞ്ചറസ് അങ്ങ്. പിന്നെ എന്തോ അങ്ങനെ എത്ര 40 ഒരൊറ്റ അമലിൻ്റെ അല്ല സ്വീകരിക്കില്ല. കള്ളു കുടിക്കുന്ന മനുഷ്യന്മാരോ 40 ഒരൊറ്റ അമലും സ്വീകരിക്കില്ല. ഒരു നാൾ കുടിച്ചിട്ട് 40 പിന്നെ കുടിച്ചിട്ടേ ഇല്ല വിചാരിക്കുള്ളൂ. 32 കുടിച്ചിട്ടേ ഇല്ല. എന്തെങ്കിലും 40 തുടങ്ങുന്ന അമലിൻ്റെ അള്ളാഹ് സ്വീകരിക്കില്ല. അതുകൊണ്ട് ഭയങ്കര ഡേഞ്ചറസ് ഒന്ന് കള്ള് കുടിക്കണം. കള്ള് മദ്യപാന മരണಕ್ಕೆ ಆಹ್ವಾನದು. ಮದ್ಯಪಾನದಾಡು ಅವನು ಮರಿಕೊಂಡು ಕರಲೆಲ್ಲ ಬೆಂದುಕೊಂಡು അത്രയുമല്ല അവസാനം എന്താവണു? ഈമാനിലാണ് ചാവണോ? ദൗർഭാഗ്യം ഉണ്ടാവണം കള്ളു കുടിക്കുന്ന മനുഷ്യന്മാർ ഈമാനിലാണ് ചാവിടാറ്. അതുകൊണ്ട് കള്ള് ചെന്ന് മസ്താവിടെ എല്ലാ ബസ്ത് ബറാത്ത പോലെ കൈവിടെ പരമാവധി ദൂരത്താക്കിയിട്ട് മാറി ജാഗ്രത ആക്കിയിട്ട് എങ്ങനെ ഈമാനോട് കൂടെ ഒന്ന് ഭൂമിയടി പോകണം. അത് അണുമണി തൂക്കം ഈമാനുള്ളവർ നരകത്തിൽ നിന്ന് വയുവാണ്. അങ്ങനെ കുറേ കാലം നരകത്തിൽ നിന്നിട്ട് പിന്നെ അണുമണി തൂക്കം ഈമാനുള്ളവെന്നല്ല അവിടെ നല്ല ബച്ചാവാടാറ്. അങ്ങനെ എത്തിയുമ്പോഴത്തില്ല. അതുകൊണ്ട് ഈ കള്ളുകുടി തേട്ടി ഈമാനില്ലാണ്ട് ಖಚಿತ ഈമാനില്ലാണ്ടാക്കട്ടെ. അതുകൊണ്ട് അങ്ങനത്തെ എല്ലാ പ്രവർത്തനം ഞങ്ങൾ കുടുംബക്കാരിൽ പഠിച്ചവൻ ഞങ്ങളെ ಬಂದು ഞങ്ങൾ നരകരല്ല ആരെല്ലാം പഠിച്ച മുസ്ലിമിക കള്ളുകുടിയന്മാരുള്ള അരങ്ങുകളിൽ പഠിച്ച കുടിക്കാത്തവരെല്ലാം എല്ലാം മഹാഭാഗ്യം ഉണ്ടാക്കി പഠിച്ചവനെ കള്ളുമായി ദൂരത്തായിട്ട് എത്ര ചെന്ന് കള്ള് ഷാപ്പുണ്ടെങ്കിൽ അഞ്ഞ് ഭയങ്കര വന്യമേ തീരുള്ളൂ. വേറെ പക്കത്തീരുള്ളാണിത് അഞ്ഞ് ಬೇಗ ಫಾಸ್ಟ್ಲಿ നടന്നു പോകണു ഇസ്ലാമിൻ്റെ നിയമം. അതുകൊണ്ട് എല്ലാം മസ്താക്കട വിഷയം ಬಿಕ್ಕಡ മനുഷ്യന്മാരും എന്താ കള്ള് കുടിക്കുകയായിട്ട് ചക്കര വിക്കടകൊള്ളാറ്. ചക്കര പൊടി കള്ള് തയ്യാറാക്കുകയെ കൊണ്ടകൊള്ളാറ്. ಬಿಕ್ಕಡದು ಹರಾಮನು ഗൊന്തുണ്ട് ಖಚಿತವನು ഗൊന്തുണ്ട് കള്ള് തയ്യാറാക്കി കൊണ്ടുവന്നിട്ട് അപ്പോൾ ഇത് ಬಿಕ್ಕಡ ഹറാം. അങ്ങനെ മസ്ത് പണ്ട് ഏത് വസ്തും തടിക്ക് പോകാത്ത പോലെ തിന്നി ഭയത്ത് പോകാത്ത പോലെ ജാഗ്രത ആക്കുള്ള എല്ലാ കഴിവ് ഞങ്ങൾ ഉണ്ടാവട്ടെ. ഞങ്ങളെ കുടുംബക്കാരിൽ പഠിച്ചവനെ ഞങ്ങളെ സംബന്ധങ്ങൾ നിരക്കരല്ല ആറും ഞങ്ങളെ മുസ്ലിം ആറും ഇല്ലാത്ത പോലെ നീ എല്ലാവരും ആക്കല്ല അങ്ങോ ഞങ്ങളെ ബുദ്ധിയാലാക്കി തന്നുകൊണ്ട് ഈ മഹാരോഗത്തിൽ ഈ മഹാവിപത്തിൽ ബച്ചാവാകുള്ള എല്ലാ കഴിവുണ്ടാക്കിയിട്ട് ആഖിറ ഖൈറായ സ്വാലിഹ്യങ്ങളെ കൊടുത്ത് ഞങ്ങളെല്ലാം പെടുത്തുക. അല്ലാഹ് ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.